നമസ്കാരം. ചരിത്രം ഇഷ്ടപ്പെടുന്നവർക്ക് ഏറെ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഏറെ ഇഷ്ടമുള്ള ചരിത്രമാണ് ജൂതൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. ജൂതൻ്റെ ചരിത്രം 1948 തുടങ്ങുന്നതല്ല അവൻ്റെ ചരിത്രം. അതുക്ക് മുമ്പ് തന്നെ ജൂതന് പാലസ്തീനിയ എന്ന് പറയുന്ന പ്രദേശത്ത്, അല്ലെങ്കിൽ ഇന്ന് ഇസ്രയേൽ ഒരു രാജ്യമായിട്ട് നിലനിൽക്കുന്ന പ്രദേശത്ത് ജൂതന് ചരിത്രം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അത് ചരിത്രത്തെ മറ്റു മുൻവിധികളൊന്നുമില്ലാതെ സമീപിച്ചാൽ ജൂതൻ്റെ പ്രാധാന്യത എന്താണ്, അല്ലെങ്കിൽ അവൻ്റെ നാട് ഏതാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് മതഗ്രന്ഥങ്ങളിൽ നിന്നാകട്ടെ, അല്ലാതെയുള്ള സെക്യുലർ ഹിസ്റ്ററിയിൽ നിന്നാകട്ടെ, അതിൽ നിന്നൊക്കെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്ന് വാർത്തകൾ വരുന്നതെന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ ഇന്നിങ്ങനെ സോഷ്യൽ മീഡിയയിലാകട്ടെ, പത്രമാധ്യമങ്ങളിലാകട്ടെ, മറ്റ് വാർത്താ മാധ്യമങ്ങളിലാകട്ടെ, അതിലെല്ലാം എന്ത് ചെയ്യുന്നു, ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു. ഏറെ വാർത്താ പ്രാധാന്യമുള്ള ഒരു വിഷയമായിട്ട് ഈ പറയുന്ന ഇസ്രായേൽ പാലസ്തീൻ അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം അത് മാറിക്കഴിഞ്ഞു എന്ന് കാണാൻ കഴിയും. അതിനിടയിൽ നിൽക്കുന്ന ഒരു തീവ്രവാദ ഗ്രൂപ്പായിരുന്നു ഹിസ്ബുള്ള എന്ന് പറയുന്നത്. ഒക്ടോബർ 7 ഇസ്രായേൽ കയറി ഈ ഹമാസ് തീവ്രവാദികൾ അങ്ങനെ അവിടെ കൂട്ടക്കുരുതി നടത്തിയപ്പോൾ അതിനെതിരായിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണമായിരുന്നു ഈ യുദ്ധത്തിലേക്ക് നയിച്ചത്. അവർ യുദ്ധം തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് അവർ ഹമാസിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് അവർ യുദ്ധം ആരംഭിച്ചു. ആ സമയത്ത് ഹിസ്ബുള്ള എന്ന് പറയുന്ന ഈ തീവ്രവാദ സംഘടന അവിടെ നിന്നും ഈ റോക്കറ്റ് ആക്രമണം ആരംഭിച്ചു. അവർക്ക് വലിയ തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഈ ഹമാസ് എന്ന് പറയുന്ന ആ ടെററിസ്റ്റ് ഗ്രൂപ്പിനെ ഏതാണ്ട് ഇല്ലാതെ ആക്കിയതിന് ശേഷം ഇസ്രായേലെ ഹിസ്ബുള്ളയെ ടാർഗറ്റ് ചെയ്യണം. അവിടെ നിന്നും അവരെ മാറ്റി പാർപ്പിച്ച ഇസ്രായേൽ ജനതയെ തിരിച്ചവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇസ്രായേൽ എന്ത് ചെയ്യണം, ഇവരെ ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെ ഇല്ലാതാക്കിയേ തീരൂ എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കമാൻഡേഴ്സിനെ എല്ലാത്തിനെയും തന്നെ ഇതിനോടകം തന്നെ ഇസ്രായേൽ ഇല്ലാതാക്കി. അവസാനമായിട്ട് ഹസൻ നസ്രുള്ള എന്ന് പറയുന്ന അവരുടെ ഹിസ്ബുള്ളയുടെ പരമോന്നത നേതാവായിരിക്കുന്ന ഹസൻ നസ്രുള്ളയെയും ഇല്ലാതാക്കി. അതിനുശേഷം പിന്നീട് അധികാരത്തിൽ വന്ന സ്ഥാനത്തേക്ക് വന്ന ആ വ്യക്തിയെയും എന്ത് ചെയ്തു, ഇല്ലാതാക്കി എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ചോദിക്കുന്നൊരു ചോദ്യം, എന്തുകൊണ്ടാണ് ഈ പറയുന്ന ആൾക്കാരെല്ലാവരും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം മുടിഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഇല്ലാതാക്കിയിട്ട് ഇവർക്ക് എന്ത് നേടാനാണ് ഉള്ളത് എന്ന് ചിന്തിക്കാം. അപ്പോൾ നമുക്കറിയാം, യുദ്ധം ഒന്നിനൊരു പരിഹാരമല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. യുദ്ധം ചെയ്ത ആൾക്കാരും വിജയിച്ചിട്ടില്ല, യുദ്ധം എപ്പോഴും നഷ്ടത്തിലേക്ക് കലാശിച്ചിട്ടുള്ളൂ. പക്ഷേ ചില സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യുന്നു, ഒരു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ യുദ്ധം ചെയ്യാതെ ജീവിക്കാൻ പറ്റാത്ത ഗതികേടിലേക്ക് അവരങ്ങനെ കടന്നു പോവുകയാണ്. കാരണം മിഡിൽ ഈസ്റ്റിൽ സമാധാനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിനേക പോംവഴി എന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങൾ, അല്ലെങ്കിൽ ഇതിനെ ചുക്കാൻ പിടിക്കുന്ന ഇസ്രായേലിനെ നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ആരാണോ അവർ ആയുധം താഴെ വെക്കുക എന്ന് പറയുന്നതാണ് അവിടെ സമാധാനം ഉണ്ടാകാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത്. അത് ഇസ്രായേൽ തന്നെ പറയുന്നുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു പ്രസംഗിച്ചപ്പോഴും പറയുന്നത് തങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നാണ് പറയുന്നത്. തങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നു, പക്ഷേ തങ്ങളെ എന്ത് ചെയ്യുന്നു, യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുകയാണ്, അല്ലെങ്കിൽ ഇസ്രായേലിനെ എന്ത് ചെയ്യുന്നു, യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുകയാണെന്നുള്ളതാണ്. ഇപ്പോൾ ഇറാൻ ആയുധ സഹായം കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇറാൻ വേണ്ടുന്ന ഫണ്ടിങ് നടത്തുന്നു, അല്ലെങ്കിൽ മറ്റ് അറബ് രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഫണ്ടിങ് ഈ പറയുന്ന തീവ്രവാദ സംഘടനകൾക്ക് നൽകുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു, അവരിതുകൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇസ്രായേലിനെതിരായിട്ട് ഇസ്രായേലിനെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന അറബ് രാജ്യങ്ങളാകട്ടെ, അല്ലെങ്കിൽ ഇതിനെ സഹായിക്കുന്ന ഇറാൻ പോലുള്ള മറ്റ് രാജ്യങ്ങളാകട്ടെ, അവർ ഇത് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം അവസാനിക്കാനേ ഉള്ളൂ. പക്ഷേ അതിന് തയ്യാറാകാതെ ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ ജൂതൻ്റെ അവസാനത്തെ ജൂതനും ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുന്നത് വരെ തങ്ങൾ യുദ്ധം ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്താൽ പിന്നെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഒരു രാജ്യത്തിന് പിന്നെ അവരെല്ലാവരും സറണ്ടർ ആകണോ, ഞങ്ങളെ കൊല്ലണം എന്നും പറഞ്ഞ്, അല്ലെങ്കിൽ ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് ജൂതന്മാരെല്ലാവരും സറണ്ടർ ചെയ്യണമെന്നാണോ പറയുന്നത്? അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു ജൂതനും ഉണ്ടാകില്ല. നമുക്കറിയാം, ഹിറ്റ്ലറിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഹിറ്റ്ലർ ഏതാണ്ട് 60 ലക്ഷം ജൂതന്മാരെ കൊന്നൊടുക്കിയെന്നാണ് പറയുന്നത്. 60 ലക്ഷം ജൂതന്മാർ ഗ്യാസ് ചേമ്പറിലും മറ്റുമായിട്ടൊക്കെ ജൂതനെ 60 ലക്ഷത്തോളം ജൂതന്മാരെ കൊന്നൊടുക്കി.
അതിൽ നാസി ഡോക്ടേഴ്സ് എന്ന് പറയുന്ന ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഈ ജൂതൻ്റെ കുട്ടികളെയും ജൂതനെയും പിടിച്ചിട്ട് അവർ പുതിയതായിട്ട് കണ്ടെത്തുന്ന മരുന്നുകളും മറ്റുമൊക്കെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ശരീരങ്ങളായിട്ട് ആയിരുന്നു ആ കാലഘട്ടത്തിൽ ജൂതനെ ഉപയോഗിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. കാരണം നമുക്ക് ഇന്നറിയാം, നമ്മളിന്ന് ചില മരുന്നുകളൊക്കെ കണ്ടെത്തും. കണ്ടെത്തിയിട്ട് ആ മരുന്നുകൾ പരീക്ഷിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലികളിലും അതുപോലെ തന്നെ മറ്റ് തവള അതുപോലെ മറ്റ് ജീവികളിലൊക്കെ എന്ത് ചെയ്യും, നമ്മളങ്ങനെ പരീക്ഷിക്കാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഒരു കാലഘട്ടത്തിൽ ജൂതൻ്റെ ഈ പറയുന്ന ഹിറ്റ്ലറിൻ്റെ കാലഘട്ടത്തിൽ ജൂതന്മാരെ ആയിരുന്നു അതിനായിട്ട് തിരഞ്ഞെടുത്തിരുന്നത്. അവർ കണ്ടെത്തുന്ന ചില പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടിയിട്ട്, ചില മരുന്നുകൾ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് ജൂതൻ്റെ ശരീരമായിരുന്നു എടുത്തിരുന്നത്. അല്ലെങ്കിൽ ജൂതനെയായിരുന്നു, ജൂതൻ്റെ കുട്ടികളെയും ജൂതനെയും ആയിരുന്നു അങ്ങനെ ഉപയോഗിച്ചിരുന്നത്. അങ്ങനെയും അതുകൂടാതെയും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന ഹിറ്റ്ലർ എന്ന് പറയുന്ന മനുഷ്യൻ 60 ലക്ഷം ജൂതന്മാരെ കൊന്നുകളഞ്ഞു എന്ന് കാണാൻ കഴിയും. അതെന്ന് പറഞ്ഞാൽ ജൂതവിരോധമാണ്, അടങ്ങാത്ത ജൂതവിരോധം. മൂലം ജൂതന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഏൽക്കേണ്ടതായിട്ട് വന്ന ദുരിതത്തിൻ്റെ കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കരളലിയിപ്പിക്കുന്നതായിരിക്കുന്ന കഥകളാണ് ജൂതന് ലോകമെമ്പാടും നേരിടേണ്ടതായിട്ട് വന്നത്. അത് നമുക്കറിയാം. നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ സംഭവിച്ച ചരിത്രം എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ നാനാഭാഗങ്ങളിൽ, അതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങളിൽ ഒക്കെ ജൂതൻ എങ്ങനെയാണ് വേട്ടയാടപ്പെട്ടു എന്ന് കാണാനായിട്ട് സാധിക്കും. ഈയാമ്പാറ്റകളെ പോലെ അവരെ എന്ത് ചെയ്തു, അവരെ അങ്ങനെ കൂട്ടത്തോടുകൂടി ഉന്മൂലനം ചെയ്യുന്ന ചരിത്രമാണ് ലോകത്തിന് പറയാനായിട്ട് ഉണ്ടായിരുന്നത്. നമുക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിന്നത് നമ്മുടെ ഭാരതമാണ് എന്ന് കാണാൻ കഴിയും. ഭാരതത്തിലെ അവരങ്ങനെ അങ്ങനെ പീഡനങ്ങൾക്ക് ഇരയാകാതെ ഇവിടെ അവർ സമ്പന്നന്മാരും അതുപോലെ തന്നെ രാജാക്കന്മാരുടെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ആയിട്ടാണ് ഇവിടെ ജീവിച്ചത് എന്ന് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഇവിടെ ജന്മികളായിട്ട് തന്നെയാണ് എന്ത് ചെയ്തത്, ജൂതന്മാരിവിടെ ജീവിച്ചത് എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊഴിച്ചാൽ ബാക്കി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ജൂതനെ വേട്ടയാടിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് അവർ 1948 ശേഷം അവരെ ഉന്മൂലനാശം വരുത്താനായിട്ട്, അല്ലെങ്കിൽ അവരെ ഈ ഭൂമുഖത്തിൽ നിന്നൊരു രാജ്യമായി ഇരിക്കാതെ വണ്ണം അവരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആ കാലഘട്ടത്തിൽ അറബ് രാജ്യങ്ങൾ ശ്രമിച്ചു. പക്ഷേ അമ്പെ പരാജയപ്പെട്ടു പോയി എന്ന് കാണാനായിട്ട് കഴിയും. 6 ഡേ വാർ, അതുപോലെ തന്നെ മറ്റു പല വാറുകൾ, ഇതിലെല്ലാത്തിലും എന്ത് ചെയ്തു, ഈ അറബ് രാജ്യങ്ങൾ എന്ത് ചെയ്തു, ജൂതനെതിരായിട്ട് വന്ന അറബ് രാജ്യങ്ങളെല്ലാവരും അങ്ങനെ എല്ലാ തരത്തിലും എന്ത് ചെയ്തു, അവരങ്ങനെ പരാജയം സമ്മതിച്ച് കീഴടങ്ങേണ്ടതായിരിക്കുന്ന അവസ്ഥ വന്നു. മാത്രമല്ല അവരുടെ കയ്യിലിരുന്ന പല ഭൂപ്രദേശങ്ങളും അവർക്ക് നഷ്ടമാവുകയും ചെയ്തു. അങ്ങനെ ജൂതനോട് പരാജയപ്പെട്ട് ഇന്നിപ്പോൾ 2024 ഈ നടക്കുന്ന യുദ്ധത്തിലും ജൂതനോട് പരാജയപ്പെടുന്ന ചരിത്രമാണ് ആവർത്തിക്കപ്പെടുന്നത്. അതിവിടെ മാത്രമല്ല, ഈ 48 ശേഷമല്ല, അങ്ങ് അപ്പുറം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2000 വർഷങ്ങൾക്ക് അപ്പുറവും ഈ ചരിത്രം നമ്മൾ ആവർത്തിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ജൂതന് കുറേ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം, ജൂതൻ്റെ പഴയ കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ ജൂതന് ഒരുപാട് ആക്രമണങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ജൂതൻ്റെ ദേവാലയം പല പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്, തകർക്കപ്പെട്ടിട്ടുണ്ട്. ജൂതൻ പീഡനത്തിനിരയായിട്ടുണ്ട്. ജൂതനെ എന്ത് ചെയ്തിട്ടുണ്ട്, ജൂതനെ അടിമയായിട്ട് അങ്ങനെ ബാബിലോണിലും മറ്റുമൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. 400 വർഷക്കാലം ഇവർ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞവരായിരുന്നു. അവിടെ നിന്ന് മോശയാണ് എന്ത് ചെയ്യുന്നത്, ഇവരെ അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് കാനാൻ ദേശത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് കാണാൻ കഴിയും. എന്നാൽ കാനാൻ ദേശത്ത് വന്നതിന് ശേഷം അവരൊരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അവരെ ഉന്മൂലനം ചെയ്യാനായിട്ട് വന്നിരുന്ന ഫെലിസ്തീൻ എന്ന് പറയുന്ന ഫെലിസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ആ ജനം ഇവരെ ഉന്മൂലനം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ ഫെലിസ്തീൻ എന്ത് ചെയ്തു, ഫെലിസ്തീൻ അങ്ങനെ ഇല്ലാതായി പോകുന്ന ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ ആ കാലം മുതൽ പിന്നീട് ഇങ്ങോട്ട് ജൂതനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി വന്ന പല സാമ്രാജ്യങ്ങളാകട്ടെ, പല ശക്തികളാകട്ടെ, അവരെല്ലാവരും ഈ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായി പോകുന്ന, അല്ലെങ്കിൽ അവരെല്ലാവരും അങ്ങനെ തകർന്നു പോകുന്ന ചരിത്രമാണ് നമ്മൾ കാണാനായിട്ട് കഴിയുന്നത്. പക്ഷേ ജൂതൻ ഇന്നും എന്ത് ചെയ്യുന്നു, ജൂതൻ ഇന്നും അവിടെ ഒരു രാജ്യമായിട്ട്, അല്ലെങ്കിൽ ജൂതൻ്റെ ഒരു രാജ്യമായിട്ട് ജൂതൻ ഇന്നും ലോകം ഭരിക്കുന്നവനായിട്ട് തന്നെ ജൂതൻ നിലനിൽക്കുന്നു എന്ന് കാണാനായിട്ട് കഴിയും. നമ്മളുടെ ഈ പറയുന്ന ഗൂഗിളാകട്ടെ, ഫേസ്ബുക്ക് ആകട്ടെ, അങ്ങനെ വേണ്ടുന്ന കണ്ടുപിടുത്തങ്ങളുടെ മുൻനിരയിൽ നിൽക്കുന്നതെല്ലാം ജൂതന്മാരാണ്. ബുദ്ധികേന്ദ്രത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുന്നതെല്ലാം ജൂതന്മാരാണ്. അപ്പോൾ ജൂതൻ നയിക്കുന്ന ഒരു ലോകമാണ് ഇന്നുള്ളത്. പക്ഷേ ജൂതനെ അങ്ങനെ ഉന്മൂലനാശം വരുത്താനായിട്ട് ശ്രമിച്ചത് അത് 48 തുടങ്ങിയതല്ല. അതൊക്കെ മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്, 2000 അതിനും അപ്പുറവും വർഷങ്ങൾക്ക് മുമ്പ് ഈ ജൂതനെ ആക്കുവാനായിട്ട്, അല്ലെങ്കിൽ ഇസ്രയേലികളെ ഇല്ലാതാക്കാനായിട്ട് അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ശ്രമിച്ചവരെല്ലാവരും എന്ത് ചെയ്തു, അങ്ങനെ മൺമറഞ്ഞു പോയി, അവരെല്ലാവരും താളടിയായി പോയി, അവരെല്ലാവരും തകർന്ന ചരിത്രമാണ് ഉള്ളത്. ഇന്നിപ്പോൾ 2024 ആയപ്പോഴേക്കും നമ്മളുടെ കണ്ണുമുമ്പിൽ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഈ പറയുന്ന തീവ്രവാദ സംഘടനകളിലേക്ക് തലതൊട്ടപ്പന്മാരായിരിക്കുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്നവർ പോലും എന്ത് ചെയ്യണം, നിസാരന്മാരായിട്ട് എന്ത് ചെയ്യുന്നു, അങ്ങനെ മരിച്ചു പോകുന്നു, അങ്ങനെ
അവരങ്ങനെ ഇല്ലാതായി പോകുന്നു എന്ന് കാണാനായിട്ട് സാധിക്കുകയാണ്. വീണ്ടും ചരിത്രം ആവർത്തിക്കുകയാണ്. ജൂതൻ എന്ത് ചെയ്യുന്നു? ജൂതനെ ഇല്ലായ്മ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല. ഇന്ന് പ്രത്യേകിച്ച് അന്ന് ഒന്നുമില്ലായിരുന്ന സമയത്ത് 1948 അവർ അധികാരത്തിലേക്ക് അവർ രാജ്യമായിട്ട് വരുന്ന സമയത്ത് അവർ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ സാധ്യതകൾ വെച്ച് നോക്കാനാണെങ്കിൽ അവർ അത്രമേൽ ശക്തരൊന്നും അല്ലായിരുന്നു. അവർക്ക് മറ്റ് അറബ് രാജ്യങ്ങൾക്കുണ്ടായിരുന്ന സാങ്കേതികതയോ അല്ലെങ്കിൽ യുദ്ധസന്നാഹങ്ങളോ ഒന്നുമില്ലായിരുന്നു. പക്ഷേ എന്നാൽ ആ സമയത്ത് അവർ ജയിച്ചു. പിന്നീടുണ്ടായ വാറുകളിലും ജയിച്ചു. 6 ഡേ വാറിൽ അവർ അതിശയകരമായിട്ട് അവരെന്ത് ചെയ്തു? ജയിച്ചു. പിന്നീട് വന്ന വാറുകളിൽ എന്ത് ചെയ്തു? അവർ ജയിച്ചു. ഇന്ന് വരെയും ജൂതൻ എന്ത് ചെയ്യുന്നു? ജയിച്ചുകൊണ്ടിരിക്കുന്നു. ജൂതൻ്റെ ശത്രുക്കൾ എന്ത് ചെയ്യുന്നു? അങ്ങനെ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ജൂതൻ്റെ ശത്രുക്കൾ എന്താ പറയുക, അങ്ങനെ ഉന്മൂലനാശത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്നു. അവരുടെ പേര് കേൾക്കാത്ത വണ്ണം അവരങ്ങനെ തകർന്നു പോയി. ജൂതനെതിരായിട്ട് നിന്നവരെല്ലാവരും എന്ത് ചെയ്തു? അങ്ങനെ തകർന്നു പോകുന്ന ഇതാണ് നമ്മൾ കാണാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് ജൂതനെതിരായിട്ട് ഇത്രമേൽ വിരോധം? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? വേറെ ഒരു ജനതയ്ക്കും ഇത്രമേൽ വിരോധം നേരിട്ട ഒരു ചരിത്രമുണ്ടോ? 60 ലക്ഷം ജൂതന്മാരെയാണ് ഈ പറയുന്ന ഹിറ്റ്ലർ കൊന്നുകളഞ്ഞത്. വേറെ ഒരു ജാതിക്ക് നേരെയാണ് ഇതുപോലെ ഒരു വംശത്തെ തന്നെ ഉന്മൂലനം ചെയ്യാനായിട്ട് ഹിറ്റ്ലർ ചെയ്ത പോലെ വേറൊരു ജാതിയോടാണ് ചെയ്തിരുന്നെങ്കിൽ അവർ ഇന്ന് ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാകില്ലായിരുന്നു. പക്ഷേ ജൂതൻ ഇത്രയും കൂട്ടക്കുരുതികളും ഇത്രയും പീഡനങ്ങളും എല്ലാം സഹിച്ചതിന് ശേഷവും അവൻ ഇന്നും എന്ത് ചെയ്യും? ഒരു രാജ്യമായിട്ട് അങ്ങനെ ഇസ്രായേലിൽ നിലനിൽക്കുന്നു എന്നുള്ളത് ചരിത്രം. അത് അത്ഭുതാവഹമായ ചരിത്രമാണ്. അത് നമുക്ക് ജൂതൻ്റെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ചരിത്രമാണ്. കാരണം വേറെ ഒരു ജാതിക്കും, കാരണം അതിനു മാത്രം വലിയ രാജ്യമൊന്നുമില്ല, ചെറിയ രാജ്യമാണ്. ആകപ്പാടെ നമ്മളുടെ കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു 1-2 ജില്ല കൂടുന്ന അത്രയേ ഉള്ളൂ ഈ ഇസ്രായേലിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ. അവിടെ നിന്നുകൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്? ഈ ചുറ്റിനും കിടക്കുന്ന ശത്രു രാജ്യങ്ങൾക്കെതിരായിട്ട് അവൻ അടിച്ച് വെറുതെ തോക്കുകയല്ല, അവൻ ജയിക്കുകയാണെന്നുള്ളതാണ്. അത് മാത്രമല്ല, അവൻ്റെ സംഭാവനകളെന്ന് പറഞ്ഞാൽ, സാങ്കേതികമായിരിക്കുന്ന സംഭാവനകളെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറമാണ്. ജൂതനില്ല എന്നുണ്ടെങ്കിൽ ലോകം ചലിക്കുകയില്ല. ആ വിധത്തിലാണ് അവൻ്റെ സംഭാവനകളെന്ന് പറയുന്നത്. സാങ്കേതികമായിട്ട്, സയൻറ്റിഫിക്കലി നോബൽ പ്രൈസ് വാങ്ങിച്ച ജൂതന്മാരുടെ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ അതിലേറ്റവും കൂടുതൽ ഒരു ജാതി എന്നുള്ള നിലയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വർഗ്ഗം എന്നുള്ള നിലയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോബൽ പ്രൈസ് വാങ്ങിച്ചത് ജൂതന്മാരാണെന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത്രമേൽ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള ഈ ജൂതന്മാരെ കൊല്ലാനാണ് ഈ മനുഷ്യരിങ്ങനെ കച്ചകെട്ടി നടക്കുന്നത് എന്ന് കാണാം. എന്നാൽ അവരെല്ലാവരും പരാജയപ്പെട്ടു പോകുന്ന ചരിത്രമുള്ളത്. അപ്പോൾ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന, 48 സാധിച്ചില്ല, അപ്പോൾ 2024 ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഈ ജൂതനെ ഇല്ലായ്മ ചെയ്യാൻ നോക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വന്തം കുഴി തോണ്ടുന്നതിന് തുല്യമാണ്. അങ്ങനെ അത്ര എളുപ്പത്തിലൊന്നും അവരെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കില്ല ഒരു ബോധം മനുഷ്യർക്ക് വന്നാൽ ഈ മിഡിൽ ഈസ്റ്റിൽ എന്നുണ്ടാവും? സമാധാനം ഉണ്ടാവും എന്ന് കാണാൻ കഴിയും.